കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തത്. ആദ്യത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പ് പാർട്ട് 1 ചെയ്തു, സീറ്റ് ടച്ച് ചെയ്തു. രണ്ടാമത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ ആക്കണം. ഇപ്പൊ പലരും ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർ ന്യൂട്രൽ ആക്കുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ന്യൂട്രൽ ആക്കാൻ നോക്കരുത്. എങ്ങോട്ടേലും ഒരു ഭാഗത്തേക്ക് നമ്മൾ തട്ടുക. അപ്പൊ അങ്ങേറ്റത്ത് ചെല്ലുമ്പോൾ ഗിയറിലായിരിക്കും, ഒന്ന് ഇങ്ങോട്ട് തട്ടിയാൽ ന്യൂട്രൽ ആകും. അതേപോലെ ഇങ്ങനെ അറ്റത്ത് വന്നാലും ഒരു ഗിയറാണ്, ഒന്ന് തട്ടിയാൽ ന്യൂട്രൽ ആകും. ഈ ഒരു രീതിയിൽ ന്യൂട്രൽ ആക്കിയതിനു ശേഷം നമുക്ക് ചില വാഹനങ്ങൾ മാത്രം മതി ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാ വാഹനങ്ങളും വേണ്ട. ഇപ്പൊ ഈ വാഹനം വേണ്ട, ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിക്കണം. കണ്ടേ, ഇപ്പൊ ഞാൻ ന്യൂട്രൽ ആക്കി, ഞാൻ ക്ലച്ചിൽ ചവിട്ടുന്നില്ല, ബ്രേക്കിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടായി. കണ്ടാ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആയോണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാകത്തില്ലായിരിക്കും. നിങ്ങൾ മീറ്റർ കൺസോളിനകത്ത് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റാർട്ട് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം ഇതിനകത്തിൽ ഇപ്പോൾ സ്റ്റാർട്ടായ വണ്ടിയുടെ കത്തി കിടക്കുന്നത് ഒന്ന് ഡോർ തുറന്ന് കിടക്കുന്നതും ഒന്ന് ഹാൻഡ് ബ്രേക്കും ഒന്ന് സീറ്റ് ബെൽറ്റിനെ മാത്രമേ ഉള്ളൂ. ഇത് മൂന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റുകൾ കെടും. അതേ സമയത്ത് വണ്ടി ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാനിപ്പോ വണ്ടി ഓഫ് ചെയ്തു, ഈ നമ്മൾ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാലും ആ കുറെ ലൈറ്റുകൾ എന്ത് കാണും, കണ്ടില്ലേ? ആ ലൈറ്റുകൾ ഒന്നും കെടുന്നില്ല. കാരണം വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ലൈറ്റുകൾ കെടും, വണ്ടി ഓഫ് ആണെങ്കിൽ ലൈറ്റുകൾ കാണും. ഈ രീതിയിൽ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്, തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നടക്കും. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം പ്രശ്നമല്ല. നിങ്ങൾ എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.